ഉദ്വേഗം നിറഞ്ഞ 25 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ ജനവിധി നാളെ അറിയാൻ കഴിയും. തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലായ UDF-നും ഭരണ തുടർച്ച എന്ന പ്രതീക്ഷ വിടാത്ത LDF-നും സംസ്ഥാനത്ത് വേരുറപ്പിച്ചു മുന്നേറാമെന്ന പ്രത്യാശയിലിരിക്കുന്ന BJP-ക്കും NDA തന്ത്രങ്ങൾക്കും ജനം എങ്ങനെ മാർക്കിട്ടു എന്ന് നാളെ അറിയാം. 10 വർഷത്തിനു ശേഷം കേരളം മാറി ചിന്തിച്ചു എന്ന വ്യക്തമായ സൂചന എക്സിറ്റ് പോളുകൾ കൂടി നൽകിയതോടെ പ്രതീക്ഷയുടെ കൊടുമുടിയിലാണ് കോൺഗ്രസ്. പോളിംഗിനു ശേഷം മുഖ്യമന്ത്രി ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു. മന്ത്രിമാർ ആരൊക്കെയാകുമെന്ന ചർച്ചകൾ പോലും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ 80 പ്രവചിച്ച ശേഷം 99 സീറ്റുകൾ കിട്ടിയതുകൊണ്ട് തന്നെ ഇത്തവണ പ്രവചിക്കപ്പെട്ട 60 കടന്ന് വിജയസംഖ്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിലാണ് CPIM. ഏതാനും സീറ്റുകളിൽ വിജയിക്കാൻ ഇടയുണ്ട് എന്ന എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ BJP-യും വലിയ പ്രതീക്ഷയിലാണ്. കൂട്ടിക്കിഴിക്കലുകളുടെയും തലനാരിഴകീറിയുള്ള പരിശോധനകളുടെയും ആത്മവിശ്വാസം ഒരു ഭാഗത്തുണ്ടെങ്കിലും വിധിദിനം പടിവാതിൽക്കൽ എത്തിയതിന്റെ അങ്കലാപ്പിലും ആശങ്കയിലുമാണ് രാഷ്ട്രീയ ക്യാമ്പുകളെല്ലാം. ഈ പശ്ചാത്തലമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് വിഷയമാക്കുന്നത്. വിധിദിനത്തിൽ അന്തിമ ചിരി ആരുടേതാകും? 16ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ അന്ത്യവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. 15ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ മാസം 6-നാണ് നടന്നത്. LDF 99 സീറ്റ് നേടി തുടർഭരണം സ്വന്തമാക്കിയപ്പോൾ UDF-ന് 41 സീറ്റുകൾ ലഭിച്ചു. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭ മെയ് 20-ന് അധികാരമേറ്റു. ഇത്തവണ പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.63%. SIR-ന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് വർധനവ് യാഥാർത്ഥ്യവുമാണ്. 2021-നെ അപേക്ഷിച്ച് ഏകദേശം 10 ലക്ഷം വോട്ടുകൾ അധികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. പോളിംഗിലെ വർധനവ് തരംഗ സൂചനയാണോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ. വടക്കൻ കേരളം, പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് വോട്ടിംഗ് പങ്കാളിത്തത്തിൽ ഏറ്റവും വലിയ വർധനവ് ദൃശ്യമായത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും താരതമ്യേന മിതമായ വർധനവാണ് ഉണ്ടായത്. ഈ ഒരു വ്യത്യാസം നിർണായകമാണ്. ഇതൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു എങ്കിൽ മധ്യ തെക്കൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ശക്തിയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ വർധനവ് പ്രതീക്ഷിക്കണമായിരുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ കാണാത്തത് കൊണ്ട് തന്നെ ഭരണവിരുദ്ധ തരംഗം ഇല്ലെന്ന് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ സ്ഥിരീകരിക്കുന്നുണ്ട്. മലബാറിലെ ഉയർന്ന പോളിംഗ് ന്യൂനപക്ഷങ്ങൾ UDF-ന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതിന്റെ തെളിവായി ചിലർ വിശദീകരിക്കുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലും LDF അനുകൂല മണ്ഡലങ്ങളിലും പോളിംഗ് വർധനവ് ദൃശ്യമാണ്. മണ്ഡലങ്ങളിൽ വ്യാപകമായ ഒരു ഏകീകരണം നടന്നുവെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് മാറ്റമുണ്ടാവുകയുള്ളൂ. ഏതായാലും നാളെ വിധി എത്തുമ്പോഴേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഹൈക്കോടതി ഇടപെട്ടിട്ടും ഇത്തവണ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ പറ്റാത്തത് 20,411 സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചില നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഈ പോള് ചെയ്യാത്ത ഈ വോട്ടുകളാകും വിജയത്തിന്റെ ഗതി നിർണ്ണയിക്കുക. തപാൽ വോട്ടിന് അപേക്ഷിച്ചിട്ടും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് അവസരം നിഷേധിക്കപ്പെടുകയാണുണ്ടായത്. വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിൽ നേരിട്ട് വോട്ട് സമർപ്പിക്കണമെന്ന ഉത്തരവാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് അസൗകര്യമായത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും 2 അക്ക ഭൂരിപക്ഷം മാത്രം ലഭിച്ച സീറ്റുകൾ ഉണ്ടായിരുന്നു. 2016-ൽ വടക്കാഞ്ചേരിയിൽ 43 വോട്ടും മഞ്ചേശ്വരത്ത് 89 വോട്ടുമായിരുന്നു ഭൂരിപക്ഷം. 2021-ൽ പെരിന്തൽമണ്ണയിലെ ഭൂരിപക്ഷം 38 വോട്ടായിരുന്നു. ഈ സീറ്റുകളിലൊക്കെ പോസ്റ്റൽ വോട്ടുകൾ വലിയ നിർണായകമാകും. വോട്ടെണ്ണലിന് മുൻപ് ഒരവസരം കൂടി നൽകണമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷയിൽ കാലതാമസമോ പിഴവോ ഉണ്ടായി എന്നാണ് കമ്മീഷൻ വിശദീകരിച്ചത്. വൈകിയ വേളയിൽ ഇടപെടാനാകില്ല എന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി. ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ കനത്ത വിജയത്തിന്റെ സ്വാഭാവിക തുടർച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു 80-85 സീറ്റൊക്കെ പാർട്ടി പ്രതീക്ഷിക്കുന്നു. ഇടതുവിരുദ്ധ തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അത് 95 കടക്കുമെന്നും കരുതുന്നുണ്ട്. 79-84 ഇത്രയും സീറ്റുകൾ വരെ UDF നേടുമെന്നാണ് മുസ്ലിം ലീഗിന്റെ അടക്കം കണക്ക് കൂട്ടൽ. 76 സീറ്റുകൾ CPM വിലയിരുത്തുന്നുണ്ട്. ഇതിൽ 61 സീറ്റുകൾ ഉറച്ച വിജയവും 14 സീറ്റിൽ മേൽക്കൈയും കരുതുന്നു. നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് CPI-യുടെയും കണക്കുകൂട്ടൽ. നേമം, കഴക്കൂട്ടം, പാലക്കാട്, ചാത്തന്നൂർ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് സീറ്റുകളിൽ BJP-ക്ക് വലിയ പ്രതീക്ഷയാണ്. 2021-ൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയ BJP ഇത്തവണ 16 മുതൽ 20 വരെ സീറ്റുകളിൽ മുന്നണികൾ ഒന്നിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളാനാകുമെന്ന് വിചാരിക്കുന്നുണ്ട്.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 12.52% വോട്ട് നേടിയ BJP 15 അല്ലെങ്കിൽ 16% വോട്ടിലേക്ക് ഉയർന്നാൽ ആരെയാകും അത് ബാധിക്കുക എന്നത് മുന്നണികൾക്കൊക്കെയും നിർണായകവുമാണ്. എക്സിറ്റ് പോളുകൾ എതിരാണെങ്കിലും വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തി ഭരണ തുടർച്ച പ്രതീക്ഷിക്കുകയാണ് ഇടതുമുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അതേസമയം തൃക്കാക്കര മുതൽ തദ്ദേശം വരെ നീളുന്ന തങ്ങളുടെ വിജയത്തിന് സംസ്ഥാന ഭരണത്തിലൂടെ തുടർച്ച പ്രതീക്ഷിക്കുകയാണ് UDF. സർക്കാർ രൂപീകരണ ചർച്ചകൾ വരെ ഉയരാൻ കാരണവും ഇതാണ്. സർക്കാർ വിരുദ്ധ വികാരവും ഭരണമാറ്റത്തിനായുള്ള ജനാഗ്രഹവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷവും മാറും. കേരളത്തിലെ ഭരണ തുടർച്ച ദേശീയ പ്രസക്തി നിലനിർത്താൻ CPIM-ന് അനിവാര്യമാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം കോൺഗ്രസ് തിരിച്ചു വരാനായില്ല എങ്കിൽ UDF സംവിധാനം തന്നെ ഉലയും. മത്സരം കടുത്തതോടെ ഇടതുമുന്നണിയിലെ ചെറുകക്ഷികളും ആശങ്കയുടെ കരിനിഴലിലാണ്. 24 സീറ്റുകളിലാണ് ഇക്കുറി പ്രധാന ഘടകകക്ഷികൾ മത്സരിച്ചത് എങ്കിലും ഉറപ്പു പറയാവുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഇവർക്ക് വലിയ ആത്മവിശ്വാസമില്ല. കേരള കോൺഗ്രസ് എമ്മിന് മത്സരിച്ച 12 സീറ്റിൽ കയ്യിലുള്ള 5 നിലനിർത്താനായാൽ മാത്രം പോരാ. ചെയർമാൻ ജോസ് കെ മാണിക്ക് പാലായിൽ തട്ടകമുറപ്പിക്കുകയും വേണം. മറുവശത്ത് PJ ജോസഫ് നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് UDF-നുള്ളിൽ സ്വന്തമായൊരു അടയാളപ്പെടുത്തലിന്റെ ആവശ്യകതയുണ്ട്. ഗണേഷ് കുമാറിനും അനൂപ് ജേക്കബിനും സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പിനും ഈ വിജയം അനിവാര്യമാണ്. ഉദ്വേഗത്തിന്റെ അവസാന മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണുക. തിങ്കളാഴ്ച രാവിലെ 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഇത് ജയപരാജയങ്ങളുടെ കണക്കെടുപ്പ് മാത്രമല്ല, വരും വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തെ നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ജനാധിപത്യ പ്രക്രിയയിലെ സുപ്രധാനമായ ദിനത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ, അതോ തുടർഭരണത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന് കാത്തിരുന്നു കാണാം. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം സ്പോട്ട്ലൈറ്റ്സിൽ വീണ്ടും കാണാം.